സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ ഗവർണറേറ്റിൽ നിന്ന് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലേക്ക് കൈമാറി. ശിക്ഷയിൽ ഇളവ് നൽകി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കണമെന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗവർണറേറ്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് സുപ്രധാനമായ ഈ കൈമാറ്റം നടന്നതെന്നാണ് വിവരം. റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഫയൽ വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് അയച്ചതായി റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. ഇതു സംബന്ധമായ വിവരം അഭിഭാഷകർക്കും ഇന്ത്യൻ എംബസിക്കും പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവൂരിനും ലഭിച്ചു. നിലവിൽ 19 വർഷത്തിലധികം ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ അബ്ദുറഹീമിന് അവശേഷിക്കുന്ന ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി മാപ്പ് നൽകണമെന്നാണ് ആവശ്യം. വധശിക്ഷ റദ്ദാക്കാനായി 15 മില്യൺ റിയാൽ ദിയ നൽകുകയും ദീർഘകാലം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത സാഹചര്യം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു. അബ്ദുറഹീമിന് വേണ്ടി അഡ്വക്കേറ്റ് റന, അബു ഫൈസൽ എന്നിവർ മുഖേനയാണ് നിയമസഹായ സമിതി റിയാദ് ഗവർണർക്ക് അപേക്ഷ നൽകിയത്. വിധി പ്രകാരമുള്ള 20 വർഷത്തെ ശിക്ഷാ കാലാവധി 2026 മെയ് 20-നാണ് പൂർത്തിയാകുകയെന്നും സമിതി അറിയിച്ചു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന് ദിയാധനം നൽകിയതിനെ തുടർന്നാണ് സൗദി കുടുംബം മാപ്പ് നൽകിയതും വധശിക്ഷ റദ്ദാക്കപ്പെട്ടതും. എന്നാൽ പൊതു അവകാശപ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റിയാദിലെ അപ്പീൽ കോടതി 20 വർഷം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. ഈ വിധി പിന്നീട് സുപ്രീം കോടതി ശരിവച്ചു. ഇതിൽ ഇളവ് നൽകി ഉടൻ മോചിപ്പിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.